കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ലക്നവി കണ്ടോ, ഇതാണ് പെർഫെക്റ്റ് ചിക്കൻ കാരി ലക്നവിയുടെ. അതായത് ലൂസ് സ്റ്റിച്ചസ് ആണ് റിയൽ ലക്നവിയുടെ ആ ഒരു കറക്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ വരുന്ന ലക്നവിൻ്റെ ഡയറക്റ്റ് ഒരു പാറ്റേൺ ആണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പ്രിന്റഡ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ ചിക്കൻ കാരി വർക്ക്. പ്രൈസ് വരുന്നത് 1395 1395. റെഡി ഫോർ ഡെസ്പാച്ച്, എക്സ്പ്രസ് ഡെലിവറി വിത്തിൻ 3 days ഇൻസൈഡിൻ്റെ ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്നതാണ്. ഇത് ഇത്ര എക്സ്പെൻസീവ് ആവാനുള്ള കാരണം ഇതിൻ്റെ വർക്ക് മുഴുവനും കംപ്ലീറ്റ്ലി കൈകൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇത് പർച്ചേസ് ചെയ്ത് ശീലമുള്ളവരെ വാങ്ങിക്കാവുള്ളൂ. ലക്നവിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നവരോ ഇത് വാങ്ങിക്കാവുള്ളൂ. ചിലരാണെങ്കിൽ വിചാരിക്കും അയ്യോ ഓയിൽ പോലത്തെ ഒരു ക്ലോത്തിൽ ഇതിങ്ങനെ വർക്ക് സ്റ്റിച്ച് ഇട്ടിട്ട്. അങ്ങനെയല്ല, ഇതിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്. പ്യോർ മല്ലിലാണ് ഇത് ചെയ്യണത്. പ്യോർ മല്ല് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര റേറ്റ് ആണ് ഇതിന്. ഞാൻ ഇതന്നെ മാക്സിമം പല വെൻഡേഴ്സിനെ സമീപിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വെണ്ടർ കിട്ടിയത്. മാക്സിമം ലെസർ റേഞ്ചിലാണ് ഞാനിത് അവൈലബിൾ ആക്കുന്നത്. 1395 റെഡി ഫോർ ഡെസ്പാച്ച്, എക്സ്പ്രസ് ഡെലിവറി. നെക്സ്റ്റ് കളർ ഈസ് ഒരു യെല്ലോ വിത്ത് ഒരു ടൈപ്പ് ഓഫ് മെറൂൺ. ജീൻസിൻ്റെ കൂടെ ഡെനിമിൻ്റെ കൂടെ കൂടുതലും ഹിന്ദി സ്റ്റാർസ് ഒക്കെ ഇങ്ങനത്തെ പ്രിന്റഡ് ചിക്കൻ കാരി ടോപ്പുകൾ ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ വലിയ ബ്രാൻഡുകളിലും മോൾസിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ റേറ്റ് 3000 4000 ഒക്കെയാണ്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ഫ്രം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ റേഞ്ചിൽ എനിക്ക് സെല് ചെയ്യാൻ പറ്റുന്നത്. മെറ്റീരിയലിനെ പറ്റിയുള്ള ഒരു അവയർനെസ് വാങ്ങിക്കുന്ന കസ്റ്റമറിനും വേണം. കാരണം എൻ്റെ ഗൂഗിൾ റിവ്യൂസിലൊക്കെ ചിലരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നും. അതായത് പ്യുവർ ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് കൈകൊണ്ട് സോപ്പ് പൊടിക്കകത്തിട്ട് കഴുകി അതിൻ്റെ കളർ പോയ കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ ഓരോരുത്തർ എഴുതി കാണുമ്പോൾ ഓരോ ഫാബ്രിക്കിനും നമ്മൾ വാഷ് കെയർ മുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ട രീതികൾ വരെ ഉണ്ട്. ഇതൊന്നും ചെയ്യാതെ കസ്റ്റമറിന് അറിവില്ലായ്മ കൊണ്ട് നടത്തുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം ഞാനിത് പറയാൻ കാരണം ചില ആളുകളെങ്കിലും ഇത് കണ്ടിട്ട് വെറുതെ എടുത്തിട്ട് എക്സ്പെക്ടേഷൻ വേറെ ആയിരിക്കും മേ ബി. പക്ഷെ ഇതിൻ്റെ ടെക്സ്ചറേ അങ്ങനെയാണ്. മൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതും ഭയങ്കര കംഫിയാണ്. വേറെയുള്ള കംഫർട്ട്നെസ്സും ആ ഒരു എന്താ പറയുക ആ ഹാൻഡ് ഇപ്പോൾ ഈ ഒരു ഹാൻഡ് വർക്ക് കുർത്ത ചെയ്യാനായിട്ട് അവിടുത്തെ ലേഡീസും ജെൻസുമായിട്ടുള്ള ആളുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു 3 ദിവസം വരെ ഒരു കുർത്തയ്ക്ക് എടുത്ത് 2 to 3 ദിവസം വരെ ഇരുന്നിട്ടാണ് ഒരു കുർത്തയുടെ വർക്ക് അവർ ഫിനിഷ് ചെയ്യണം. സോ അപ്പോൾ അതിൻ്റെ പണിക്കൂലി അവർക്ക് നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൈകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കണമല്ലോ. ഈ ഒരു ഫ്ലവർ നമ്മൾ ഒന്ന് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്ന് അറിയാമോ ഇതെടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് വാങ്ങിച്ച ശീലമുള്ളവരെ ദയവ് ചെയ്ത് വാങ്ങിക്കാവുള്ളൂ. അടുത്തത് ഇതുപോലെ വരാ നല്ല രസമുള്ള ഒരു പർപ്പിൾ ചോപ്പ്. നെക്സ്റ്റ് വൺ ഈസ് യെല്ലോ വിത്ത് ഗ്രീൻ. ഇത്രയും ഷെയ്ഡ്സ് റെഡി ഫോർ ഡെസ്പാച്ച്, എക്സ്പ്രസ് ഡെലിവറി. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.